ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ സൂര്യനെല്ലിയിൽ നിന്ന് നേരെ മൂന്നാർ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൊളുക്കുമലയിലെ കാഴ്ചകളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ്. അവിടെ സൺറൈസും പിന്നെ കൂടാതെ കൊളുക്കുമലയിലെ സൂര്യനെല്ലിക്ക് അടുത്തുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിലോട്ട് വണ്ടി ഓടിച്ച് ബൈക്ക് റൈഡ് ചെയ്തേ കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയതും പിന്നെ നമ്മുടെ സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. സൂര്യനെല്ലി ടൗണിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാവുന്നതാണ്. ഫാമിലിയായിട്ടും അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ ആണെങ്കിലും വന്ന് താമസിക്കാൻ പറ്റിയ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്റ്റേ ആയിരുന്നു. അതായത് ബാങ്കിൻ്റെ പ്രോപ്പർട്ടി അത് ലീസിനെടുത്ത് നടത്തുന്നതാണ്. ബാങ്കിൻ്റെ പ്രോപ്പർട്ടിയുടെ തന്നെ താഴെയായിട്ട് തന്നെയാണ്. അപ്പം നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ കൂടാതെ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ അടങ്ങിയ നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പം മൂന്നാർ പോവാണ്. സൂര്യനെല്ലിക്ക് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നത് വട്ടവടയ്ക്കാണ്. വട്ടവടയ്ക്ക് ഒരു 43 കിലോമീറ്റർ കണ്ടുണ്ട്. അപ്പം ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഗ്യാപ്പ് റോഡിലാണ്. ഗ്യാപ്പ് റോഡിലോട്ട് കയറി മൂന്നാറൊക്കെ പോവുകയാണ്. അപ്പം മൂന്നാർ തൊട്ട് പൂപ്പാറ വഴി ഗ്യാപ്പ് റോഡും പിന്നെ അതുകൂടാതെ അവിടുന്ന് ബോഡിമേട്ടും അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് മൂന്നാർ വരെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാനിപ്പോൾ കൊളുക്കുമലയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളിപ്പോൾ മൂന്നാറെത്തി. മൂന്നാർ ഇവിടെ എത്തിയിട്ട് ഈ പാലം കയറാതെ റൈറ്റ് പോകണം. പാലം കയറി റൈറ്റ് പോകുന്നതാണ് മറയൂർ കാന്തല്ലൂർ. പാലം കയറാതെ റൈറ്റ് മാട്ടുപ്പെട്ടി. ഇവിടെ സൈൻ ബോർഡ് നോക്കി കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ ഇതേ നോക്കാവുള്ളൂ. വട്ടവട എന്നുള്ള ബോർഡൊന്നും കണ്ടില്ല. അപ്പം മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ ബോർഡ് നോക്കി പാലം കയറാതെ റൈറ്റ് എടുത്താൽ മതി. അവിടുന്ന് വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് വരുവാണെങ്കിൽ പാലം കയറി ഇറങ്ങി ലെഫ്റ്റ്. അപ്പം നമ്മുടെ മൂന്നാർ ടൗണാണിത്. അപ്പം ഞാനിവിടെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണെങ്കിൽ ഹോട്ടൽ കണ്ടെടുത്തത് വണ്ടി ഒതുക്കാൻ സ്ഥലം കിട്ടിയില്ല. ഞാൻ പിന്നെ ഓർത്ത് ഇവിടുന്ന് ഇനിയിപ്പം ആദ്യം മാട്ടുപ്പെട്ടി ഡാം കണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് സ്റ്റേഷൻ വട്ടവട. അപ്പം ടോപ്പ് സ്റ്റേഷൻ അവിടെ വല്ലതും നോക്കണം. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്ററോളം ഉണ്ട് ടോപ്പ് സ്റ്റേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏതൊരു ഹോട്ടലാണെന്ന് നിർത്തണം. ഇതും റോഡ് കുഴപ്പമില്ല, നല്ല റോഡൊക്കെയാണ്. വീതി നമ്മുടെ ഗ്യാപ്പ് റോഡിൽ അത്ര വീതിയൊന്നും ഇല്ലെങ്കിലും റോഡ് നല്ല റോഡാണ്. ടൗണിൽ നിന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പമ്പുണ്ട്, ഒരു എക്സ്പീഡ് പമ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വട്ടവട അങ്ങോട്ട് പോകുന്നവർക്ക് എങ്ങും പമ്പില്ല. അപ്പോൾ അതായത് നമ്മൾ അടിക്കുവാണെങ്കിൽ അവിടുന്ന് റിട്ടേൺ വരത്തക്ക രീതിയിലുള്ള പെട്രോൾ അടിക്കണം. അപ്പം വണ്ടിയിൽ കുറച്ചുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഫുൾ ടാങ്ക് അടിച്ചു. കാരണം നമുക്ക് അവിടെ ചെന്നാലും വട്ടവട കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് അപ്പുറത്തേക്ക് പഴത്തോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പോകേണ്ടതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുത്തില്ല, ഞാനങ്ങ് ഫുള്ളങ്ങ് അടിച്ചത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. സാധാരണ മറ്റേ പോയിക്കാൻ നമ്മളൊരു ഏരിയ കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്ത് പമ്പ് കാണും. ഇത് ഇപ്പോൾ ഞാൻ ഈ പമ്പ് ചോദിച്ചാൽ പറഞ്ഞ് ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് പമ്പ് എങ്ങോ ഇല്ലെന്ന് പറഞ്ഞു. ഇത് ഭാവിയിൽ ചിലപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എടുത്ത് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ടെന്ന് രീതിയിൽ പറഞ്ഞു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പമ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ കുതിര സവാരിയും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. കുറേ പേര് ക്യാമറ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് തരുന്ന സംഭവങ്ങൾ വല്ലതും ആയിരിക്കാം. ഒരു ചെറിയൊരു ഒരു ജംഗ്ഷൻ പോലെ കുറേ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കർമ്മൽഗിരി എലിഫൻറ്റ് പാർക്ക് ബോർഡ് ഉണ്ട്. എന്താ സംഭവം ഇല്ലെന്ന് അറിയില്ല. മിക്കവാറും ആന സവാരി കാര്യങ്ങളൊക്കെ ആയിരിക്കും. സവാരിയൊന്നും നടത്തുന്നില്ല. ആനകളെ കാണാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, കയറിയിട്ട് ടിക്കറ്റ് ചാർജും ആനകളെ കാണുന്നതിനൊക്കെ എന്താവും നോക്കാം. ചെറിയൊരു പാർക്കിംഗ് ഏരിയയാണ്. ടൂ വീലർ പാർക്കിംഗ് ഒന്നും ഇല്ല സ്ഥലം. ഇതേ ആനകളെ നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ ആ ഷെഡിൻ്റെ അകത്ത് ആനകളുണ്ട്. ഇവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 700 രൂപ ഒരാൾക്ക്, 2 പേർക്ക് 1400 രൂപ റൈഡിന് മാത്രം കൊണ്ടുപോകും. അല്ലാതെ അകത്തോട്ട് ആനകളെ കാണാനും കയറാൻ പറ്റത്തൊന്നുമില്ല. റൈഡിന് വലിയ താല്പര്യമില്ലാത്തതിന് ഞാൻ അതിന് കയറുന്നില്ല. ഇത് നമുക്ക് പൈനാപ്പിള് വെള്ളരിക്ക കിട്ടും, നമുക്ക് മേടിച്ച് ഫീഡ് ചെയ്യാം. മത്തനും ഒക്കെ ഉണ്ട്.
ഞാനത് ഓർക്കും ചെയ്തു, ഇവിടെ കുറേ പൈനാപ്പിൾ അവിടെ കിടക്കുന്നത്. എന്താണ് പൈനാപ്പിൾ സംഭവം? അപ്പോൾ അത് മേടിച്ച് ആനകൾക്ക് ഫീഡ് ചെയ്യാനാണ്. ആ എലിഫൻറ്റ് പാർക്ക് കണ്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ബോർഡ് കണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കാക്ടസ് ഗാർഡൻ. എന്നാ ഒന്ന് കയറി കാണണമല്ലോ. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. പാർക്ക് അറ്റ് യുവർ ഓൺ റിസ്ക് എഴുതിയേക്കുന്നത്. പിന്നെ എന്തിനാ പാർക്കിംഗ് ഏരിയ അല്ലേ ഇതിനകത്ത്. കാക്ടസ് ഗാർഡൻ എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എത്ര നോക്കട്ടെ. 50 രൂപ. 50 രൂപ ടിക്കറ്റ് പാസ് എടുത്ത് കയറി. ഇതാണ് എൻട്രൻസ്. ഇത് കൊള്ളല്ലേ ചെടി. പ്ലീസ് ഡു നോട്ട് പ്ലക്ക് ലീവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓ, അപ്പോൾ ഫ്രൂട്ട്സും ഉണ്ടല്ലേ. കൊള്ളാലേ ഈ നടവഴി. ഓ, ഇത് കൊള്ളാം കേട്ടോ. ഇത്രയും വലുതായിട്ട് കാക്ടസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ, തിക്കായിട്ട്. ഓ, ഇതിനകത്താണ് കാക്ടസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇല നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ നോക്കിയേ, തീരെ ചെറിയ ഇല. അതൊരു വലിയൊരു പൂക്കൂട പോലെ അതിനകത്ത് ചെടി വെച്ചത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കരിങ്ങാലി. ഇതുപോലെ സ്റ്റാഗ് ഹോൺ നിശാഗന്ധി. പണ്ടൊക്കെ നിശാഗന്ധി വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം നിശാഗന്ധി ഒന്നും കാണാൻ പോലും ഇല്ല. ഇത് കൊള്ളാമല്ലേ, ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുള്ളു നോക്കുക, ഷാർപ്പ്. ഇതെല്ലാം കാക്ടസാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഉഗ്രം തണലും. എന്ത് ചെടിയാണെന്ന്, ചതുരക്കുറിഞ്ഞി. കൊള്ളാം, നല്ല രസമുണ്ട്. വീട്ടിലേക്ക് ഇതുപോലെ വെക്കണം, നല്ല തണലത്തിരിക്കാനൊക്കെ സുഖം. ഓ, ഇതൊക്കെ പല വെറൈറ്റീസാണ്. ഇതൊരു വെറൈറ്റി കാക്ടസ് അല്ലേ. ഓ, ഇത് കൊള്ളാമല്ല കാക്ടസ്. എന്ത് ഹൈറ്റിലാണ് വെള്ളം നിൽക്കുന്നത്. അത് കൊള്ളാം. എല്ലാം ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ആ ബോർഡ് പറഞ്ഞേക്കുന്നത് കറക്റ്റ് തന്നെ. ഒരുപാട് വെറൈറ്റീസ് ഉള്ള കാക്ടസ്. വലിയ റേഞ്ചില്. ഈ സൈഡിനകത്ത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷൻ. അതെ, ലൂബിക്ക, ഫ്രൂട്ട്സും പിന്നെ അല്ലാത്ത തരം ചെടികൾ. ഇപ്പുറത്ത് ഫുള്ള് കാക്ടസ്. ഇത് കൊള്ളാമല്ലോ. ശരി കേട്ടോ, ഇതിനു മുമ്പേ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. കാക്ടസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാൾ എവിടെയോ പോയപ്പോഴത്തേക്കൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കമ്പം തേനി ആ റൂട്ടിൽ നാൾ പോയപ്പോഴത്തേക്ക് കണ്ട ഒരു ചിൽഡ്രൻസ് പാർക്കിൽ. പക്ഷേ ഇത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊരു ബൗള് പോലെ, ബോള് പോലെ. പൂച്ചത്തുളസി, ഇതാദ്യമായിട്ടാണ് കാണുന്നത്. നീല കനകാംബരം. ഇതാണ് നീല കനകാംബരം എന്ന് പറഞ്ഞാൽ. ഇതാണ് നീല കനകാംബരം അല്ലല്ലേ.
കരിമരം ആദ്യമായിട്ട് ഇങ്ങനെ കളേർഡായിട്ടുള്ള കാക്ടസാണ്, യെല്ലോയും റെഡിഷും. ഇതൊരുപാട് വെറൈറ്റീസ് ആണല്ലേ. ഇത് കയറിയത് വർത്തായിട്ടുള്ള കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കാക്ടസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ചെടിയൊക്കെ വെട്ടി വെച്ചേക്കാൻ എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഭംഗി. ഇവിടെ മുകളിലോട്ട് കയറിയാൽ ഇതുപോലെ തന്നെ പല വെറൈറ്റി കാക്ടസ്. ഓ ഇതൊക്കെ നോക്കി, അത് കൊള്ളാമല്ലേ, നല്ല വീതിയുണ്ട് കാക്ടസാണ്. നല്ല ഹൈറ്റിൽ ഇത് വളർന്നേക്കുക. ഇതിൻ്റെ മുള്ള് നോക്കി, ഷാർപ്പല്ലേ. തിലാൻസിയ. ഇതൊക്കെ ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് വീഴണമല്ലേ, എന്തായിരിക്കും അവസ്ഥ. കൊള്ളാം, ഇത് കൊള്ളാമല്ല, പേരെഴുതി വെച്ചേക്കുന്നു. ഇതിൽ എന്ത് പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ട് മിടുക്കന്മാർ. ഈ ഒരു കമ്പി ഇട്ടേക്കുന്ന കാരണേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരുപാട് വെറൈറ്റീസ് കാക്ടസ് ഉണ്ട് കേട്ടോ. 50 രൂപയാണ്. അപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്നവർ ഒന്ന് കയറി കാണാവുന്നതാണ്. എന്നിട്ട് ആ ഹാങ് ചെയ്തിരിക്കുന്ന കാക്ടസ് ഒക്കെ ഉണ്ടല്ലേ, എന്ത് രസമല്ലേ ഇത് കാണാൻ. താമര പോലെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട്, വിരിഞ്ഞ് നിൽക്കുന്നു. അർജന്റീൻ ഹെഡ് ഹോഗ് പരോഡിയ മാഗ്നിഫിക്ക. കൊള്ളാം. ഇത് നോക്കിയേ, ഇതിൻ്റെ പൂവാണോ ഇത്, അതോ ഇനി വെച്ചേക്കുന്നതാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് കുറച്ച് രോമം, ഈ അടുത്തടുത്തായിട്ട് നല്ല രോമങ്ങൾ തിക്കായിട്ട് നിറഞ്ഞിരിക്കുന്നവരുണ്ട് അത് കണ്ടിട്ട്. ഇതിനു വേണ്ടി വെറൈറ്റി കാക്ടസുകളുണ്ട്. നമ്മൾ ആ കണ്ടുള്ള കുറച്ച് ടൈപ്പ് കാക്ടസുകൾ, പക്ഷെ ഇത്രയും വെറൈറ്റി കാക്ടസുകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ കാക്ടസിൻ്റെ പൂവ് നോക്കിയേ, നല്ല രസമല്ലേ എൻ്റെ പൂവാണ്. അതുപോലെ തന്നെ ഇതും. ഇത് നോക്കിയേ, ഓറഞ്ച് നിൽക്കുന്നത്, പഴുത്തത് നിൽപ്പുണ്ട്, പച്ചയും നിൽപ്പുണ്ട്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ പുറകിലും എന്തോ ഒരു തരം ചെറിയ ഓറഞ്ചാന്ന് തോന്നുന്നു, ചെറുതായിട്ട് കാണാൻ പറ്റുമെന്നല്ല, കണ്ട തക്കാളി പോലെ നിൽക്കുന്നത്. അത് കൊള്ളാനാണ്. ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് മരം, ആപ്പിൾ മരം കണ്ടിട്ടല്ലോ, ഓറഞ്ച് മരം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഈ ഒരു മേൽക്കൂര നോക്കിയേ, മേൽക്കൂര അല്ല, ഇത് ചെടിച്ചട്ടിയാണ്. ഇങ്ങനെ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ ചെടി വെച്ചേക്കുന്നതാണ്. അത് നല്ല ഭംഗി, ഒരു മേൽക്കൂര പോലെ ഇങ്ങനെ ഓടൊക്കെ അടുക്കി വെച്ചേക്കുന്ന ആ ഒരു ഭംഗിയിൽ തന്നെ ചെടി വെച്ചിട്ടുണ്ട്. ഫിഗ് പ്ലാന്റ്, അതൊരു ഫ്രൂട്ടല്ലേ, ഫിഗ്. ഇത് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി എന്തായാലും നമുക്ക് വട്ടോടെ പോയി കഴിഞ്ഞാൽ എന്തായാലും സ്ട്രോബെറി ഫാമിലൊക്കെ പോകണ്ട. പേരൊക്കെ നിൽക്കുന്നത് ഇഷ്ടം പോലെ. നമ്മുടെ അടുത്തൊക്കെ വല്ലതാണ് ഇതുപോലെ നിൽക്കും. ഇത്ര ഇത് നോക്കിയാൽ എല്ലാം പഴുത്ത് വിളഞ്ഞ് നിൽക്കുന്നത്, എല്ലാം വെറുതെ താഴെ വീണ് പോവുക. ഇതും എനിക്കൊന്ന് സ്ട്രോബെറി ആണെന്നാണ് തോന്നുന്നത്. കണ്ട ഇത്, അതെ സ്ട്രോബെറി തന്നെ, പക്ഷെ അതിനകത്ത് ഫ്രൂട്ടൊന്നുമില്ല. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്നാൽ ഞാനിവിടുന്ന് ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഞാനേ ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചില്ല. ഇത് കണ്ട, ഈ ഒരു ചെടി കണ്ട, നല്ല രസമില്ലേ കാണാൻ. ഇതിങ്ങനെ തൂങ്ങി കിടക്കുക, വെറൈറ്റി ടൈപ്പ് ചെടി. ഓക്കെ, നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്ത് വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കുഴപ്പമില്ലെന്ന് പറയും. രണ്ടാമത് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ അതല്ല ഏറ്റവും രസം. അതല്ല, ഒരു ബാംബു ബിരിയാണിക്ക് 350 രൂപയായി. പിന്നെ ഒരു ലൈം, ഫ്രഷ് ലൈം പറഞ്ഞാൽ 40 രൂപ, 390 രൂപയായി. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. നല്ല വിശപ്പുമായിരുന്നു.
അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാം എത്തുമ്പോൾ കണ്ടാണ് റൈറ്റ് സൈഡിൽ ഇത് റിപ്പിൾ ടീയുടെ ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ ടീ പ്രോസസ്സിങ് നമുക്ക് കാണാൻ പറ്റും. ഊട്ടി പോയപ്പം കണ്ടതാണ്, എന്നാലും ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു. ഫാക്ടറി വിസിറ്റ് വലിയ ബോർഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എത്രയാണെന്ന് തിരക്കി നോക്കട്ടെ. ഓ, ഞാൻ അകത്ത് കയറിയില്ല. ടിക്കറ്റ് ചാർജ് അഡൽറ്റിന് 100ഉം ചൈൽഡിന് 40. 100 രൂപയ്ക്ക് കയറി കാണാൻ താല്പര്യമില്ല. ഒന്നുകൊണ്ടല്ല, നമ്മൾ ഊട്ടി പോയപ്പോൾ എന്തായാലും കണ്ടതാണ് ഈ ടീ ഫാക്ടറിയിൽ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം, ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിൽ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നുകൂടി അത് കാണേണ്ട ആവശ്യമില്ല. 100 രൂപ ഉണ്ട്. ഞാൻ ഓർത്തിന് അവിടെയൊക്കെ 30 രൂപ ഉള്ളായിരുന്നു, ഇവിടെ 30 രൂപയൊക്കെ ഉള്ളെങ്കിൽ കയറാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ 100 രൂപ ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് 20 മിനിറ്റ് കണ്ട, അത് കുറച്ച് നേരം കണ്ട് വീഡിയോ ഇതുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 10 മിനിറ്റ് കണ്ട് പ്രോസസ്സിങ് കാണിക്കും, അങ്ങനെ തോന്നും. അപ്പം അത് വേണ്ട. അങ്ങനെ ദേ നമ്മൾ ഓടിച്ചോടിച്ച് മാട്ടുപ്പെട്ടി ഡാം എത്തി. 2 വീലർ പാർക്കിംഗ് 10, 3 വീലർ 10, 4 വീലർ 20. ഓ, ഇവിടെ ബോട്ടിങ്ങിൻ്റെ സംഭവം. അവിടെ പോയിട്ടേ ഞാൻ അവിടുത്തെ എന്തൊക്കെയാന്ന് നോക്കാം. എന്തായാലും ബോട്ടിങ്ങിനൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷെ അവിടെ പോയിട്ട് നല്ല വ്യൂസ് കാണും. അതുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസ് എടുക്കാം. കണ്ടിട്ട് അത്യാവശ്യം തിരക്കുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്, കുറേ കടകളുണ്ട്, എല്ലാം ടോയ്സും പിന്നെ അതുപോലെ ഹൽവ, ചിപ്സ്, ചോക്ലേറ്റ്, അതിനൊക്കെ കുറേ കടകൾ. ഇവിടാണ് ബോട്ടിങ് സൗകര്യമുള്ളത്. ഇവിടെ പക്ഷേ രണ്ട് ടൈപ്പ് ഇവിടെ കയാക്കിങ് പിന്നെ പെഡൽ ബോട്ടും. രണ്ടിനും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് 400 രൂപ 2 പേർക്ക്, അതായത് 200 വെച്ചിട്ട് 400 രൂപ. ഇതേ ഇവിടെ നിൽക്കി നോക്കിയാൽ കാണാം സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. സ്പീഡ് ബോട്ടിൻ്റെയും അതല്ലാതെ അവർ കൊണ്ടുവന്ന ബോട്ടിങ്ങും ഉണ്ട്. അത് അപ്പുറത്ത് എവിടെയാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഡാം ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ടില്ലേ, ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അവിടുന്ന് കണ്ട അത്രേ ഉള്ളൂ കാഴ്ച. ഇത് നേരെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിംഗ് സെൻറ്റർ, സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് അവരുടെ ബോട്ടിൽ കൊണ്ടുപോകും. ഇവിടെ റേറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, അകത്ത് കുറച്ച് കയറി പോകണം. അപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു, ബോട്ടിംഗ് ഏരിയ കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ടോപ്പ് സ്റ്റേഷൻ ആയിരിക്കും. നോക്കാം. ആണ്ടേ എലിഫന്റ് ക്രോസിംഗ് സോൺ. ആ ഡാമിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഈ മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോഴേ നല്ലൊരു സുഖമുണ്ട്. ആ തണലും പിന്നെ ഒരു ചെറിയ തണുപ്പുമുണ്ട്. ഓ, പറഞ്ഞു തരുന്നില്ല വെയിലായ. ഇല്ലില്ല, തണലുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കുറേ പുൽമേടുകൾ ഇങ്ങനെ കാണാവേ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും താഴെയായിട്ടൊക്കെ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും ആനകൾ വരാൻ ചാൻസ് ഉള്ളതായിരിക്കണം. അങ്ങനെ ഒരു സൈറ്റിൽ നമുക്ക് ആനകളെ കിട്ടുമായിരുന്നെങ്കിൽ നല്ല സൂപ്പർ വിഷ്വലായിരുന്നു. പച്ചപ്പും നല്ല കറുത്ത ആന നടുക്ക്, അല്ലെങ്കിൽ ഒരു ആനക്കൂട്ടം. നോക്കാം, ചിലപ്പം കാണാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ, ഇത് പൊള്ളിയല്ലേ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഓടിച്ചു വരാം. എന്ത് സ്വരം, നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. ഇങ്ങനെ ഓടിച്ചങ്ങ് പോവാം. തണലും ചെറിയ തണുപ്പും ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗി. അപ്പോൾ അതേ നമ്മൾ അടുത്ത് എത്തിയേക്കുന്നതാണ് എക്കോ പോയിന്റ് ബ്രിഡ്ജാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് കാണുമല്ലോ. പണ്ടെപ്പോഴും വന്നിട്ടുള്ളൂ, പക്ഷെ ഒരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഇതാണോ ഇനി എക്കോ പോയിന്റ്? നോക്കട്ടെ. അതല്ല എക്കോ പോയിന്റ്, അത് എക്കോ പോയിന്റ് ബ്രിഡ്ജിൻ്റെ അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കടകൾ. അപ്പം ഞാൻ ആ കടകൾ കുറച്ച് കണ്ടപ്പോഴത്തേക്കും ഓർത്ത് ഇനി അതായിരിക്കും എക്കോ പോയിന്റ്.
ഈ വീക്ക് ഡേയ്സ് അത്യാവശ്യം ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്കോ പോയിന്റ് ആണെന്ന് തോന്നുന്നു, കുറച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന കണ്ട് എപ്പോഴോ വന്നൊരു ഓർമ്മയുണ്ട് ചെറിയ. ഓക്കെ, ഓർമ്മയുണ്ട്. അതിൽ നമ്മളവിടെ ചെല്ലട്ടെ. ഇതാന്ന് തോന്നുന്നു എക്കോ പോയിന്റിലോട്ടുള്ള വഴി. അല്ലല്ലോ, ഇവിടെ ബോട്ടിങ് ഉണ്ട്. എക്കോ പോയിന്റ് ആണ്. ഇതാണ് എക്കോ പോയിന്റ്. ഇവിടെ അതെ കയാക്കിങ്ങും ബോട്ടിങ്ങും പെഡൽ ബോട്ടിംഗ് ഉണ്ട്. ഇവിടുത്തെ 4 പേർക്ക് പറ്റിയ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പുറത്ത് 2 പേരുടെ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ക്യാമറയിൽ കൂടി നോക്കിയിട്ട് ഈ വെള്ളത്തിന് ഭയങ്കര ഒരു ഗ്രീനിഷ് കളറല്ലേ, പക്ഷെ നേരിട്ട് അത്ര ഒരു ഗ്രീനിഷ് ആണ്, പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന അത്ര ഒരു ഗ്രീനിഷ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. ഇതിൻ്റെ എക്കോ ഒന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കൂവണമല്ലോ. ആര് കൂവും? ഇവിടത്തെ ഈ ബോട്ടിന് കയാക്കിങ്ങിനും പിന്നെ പെഡൽ ബോട്ടിനും അവിടെ അപ്പുറത്തെ പോലെ തന്നെ 400 തന്നെ. പിന്നെ 4 പേർക്ക് പോകാൻ പറ്റിയ പെഡൽ ബോട്ടുണ്ട്, അതിന് 600 രൂപ. അത് ഫ്രണ്ടിൽ ഇരിക്കുക 2 പേർക്ക് മാത്രം ചവിട്ടാം. പിന്നെ അത് ഷിക്കാരയുണ്ട്, അതിന് 500 ഇതാണ് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ റേറ്റുകൾ. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിന് വിട പറഞ്ഞു. ഇനി അടുത്ത കുണ്ടല ഡാം, ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ ആയിരിക്കണം. സത്യം പറഞ്ഞാൽ ആ എക്കോ പോയിന്റിന് അവിടെ 10 രൂപ കൊടുത്ത് ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ലേക്കിന് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ വഴികളൊക്കെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഇതൊന്നുമില്ല, അവിടെ മൊത്തം ചെളിയും അല്ലെങ്കിൽ അതുപോലെ ആളുകൾ ഇറങ്ങാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ ആ എക്കോ പോയിന്റിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ലെഫ്റ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ താഴെ ആളുകളൊക്കെ നിൽക്കുന്നതാണ്. ലെഫ്റ്റിലോട്ടൊരു ഫാം വിസിറ്റ് ബോർഡ് ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാം. ചുമ്മാ ഒന്ന് താഴോട്ട് പോയി നോക്കിയിട്ട് വരാം. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും മേടിക്കുന്നില്ലേ, ചുമ്മാ കാണാൻ പറ്റും, കയറി കാണാം. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്കൂടി ഒരു റൈഡ് ആയിക്കോട്ടെ. റോഡ് ഇച്ചിരി മോശമാണല്ലേ. ഇതെങ്ങും അങ്ങാണ്ട് പോണോ ഇത്? അവിടെ വരെ ചുമ്മാ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആരെയും കാണുന്നുമില്ല ചോദിക്കാൻ. അങ്ങ് ലക്ഷങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിക്കാർ അതാ ഫാമിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞ് കൊഞ്ച ഉള്ളിലാന്ന് പറഞ്ഞ്, പക്ഷെ ഇവിടെ നോക്കിയാലൊന്നും കാണുന്നില്ല. അതാണ് അത്യാവശ്യം ദൂരെ പോകണമെങ്കിൽ റോഡ് കുറച്ചൊരു നല്ലായിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു റൈഡ് പോട്ടെ. ഫാമെങ്കിൽ ഫാം 30 കിലോമീറ്റർ. ഓക്കെ. പുള്ളി നല്ല അടിച്ച് സെറ്റായിട്ടിരിക്കുക. 3 കിലോമീറ്റർ വർത്തായിട്ടുള്ള പോക്കാണോ പോകുന്നത്? കുറച്ച് വരണമായിരുന്നു. ഇതാണ് ഫാമിലേക്കുള്ള എൻട്രി. പക്ഷെ വട്ടവടയിലൊക്കെ ഒരുപാട് ഫാമുകളൊക്കെ ഉള്ളതായിരുന്നു തോന്നുന്നു. ഞാൻ അടുത്തായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കയറിയത്. എന്തായാലും പോയി നോക്കട്ടെ. കുണ്ടലി നാച്ചുറൽസ്, ഇതാണ് എൻട്രൻസ്. ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേട്ടാ. ഞാനോർത്ത് എന്നാലും കുഴപ്പമില്ല, എന്തായാലും കയറി കാണാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം ഉള്ളിലോട്ട് വരണം കേട്ടോ. ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വരണോ വേണ്ടോ എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ അകത്ത് 100 രൂപയ്ക്കുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കേവ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടേ. ഞാൻ ആ ബൈക്ക് വരുമ്പോഴും കണ്ടായിരുന്നു എന്തോ ഒരു സംഭവം ഇവിടെ. കെയർഫുള്ളി അത് നോക്കിയിട്ട് വരാം. ഇത് നോക്കിയേ, കേവ് തപ്പി ഇറങ്ങിയതാ. മൾബറി നിൽക്കുന്ന നോക്കിയേ, ഇതിനകത്തെല്ലാം നിൽപ്പുണ്ട്. പറിച്ച് തിന്നാവോ? ഇത് കണ്ടേ,
ഇതിലെല്ലാം ദേ പഴുത്തത്. നല്ല വലുത്. ബോർഡ് കണ്ട ഉടനെ ചാടി ഇറങ്ങിയതാ. ഇതെന്തോ ഇത് കാട്ടിലോട്ടും കണ്ടാണല്ലോ പോകുന്നത്. ഒറ്റ മനുഷ്യരും ഇല്ല. എന്നാൽ ആരോടെങ്കിലും ചോദിക്കാനും പറ്റിയോ? ഛേ, ആനയൊക്കെ ഉള്ള സ്ഥലവും. ഓ ഓ ഇതിൻ്റെ അകത്തോട്ട് കയറി പോകണം തോന്നുന്നു. ഓ ഞാനെന്തായാലും അകത്തോട്ട് കയറി പോകുന്നില്ല. എന്താണ് അപ്പുറത്തൊന്നും അറിയത്തില്ല. കാരണം ഇവിടെയൊക്കെ മൊത്തം ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള. ഇനി ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ട. അവരോട് ചോദിച്ചിട്ട് നോക്കാം നമുക്ക്. ഈ കാണുന്ന സ്ട്രോബെറീസ് ആണ്. ഇത് നോക്കിയേ, പൊട്ട് ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടായിട്ടുള്ള സ്ട്രോബെറി കാണുന്നത്. തീരെ ചെറുത്. പഴുത്തത് കുറവാ. നോക്കട്ടെ. ഇതേ അവർ പറിച്ചു തന്ന. ഇതും അധികം പഴുത്തിട്ടില്ല. കഴിച്ചു നോക്കണം. ഇതിച്ചിരി ലേശം ഇതില്ലേ, ഇതിനല്പം ടേസ്റ്റ് ഉണ്ട്. അത് കൊള്ളാം കേട്ടോ. ഇതേ നമ്മൾ വിചാരിക്കും ഇത് പൊട്ട ടേസ്റ്റിലെന്ന് വിചാരിച്ചു. പക്ഷേ ആഴ്ച നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാ, ഞാൻ അടുത്തത് പൊട്ടായത് കാരണം ടേസ്റ്റ് കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളാം കേട്ടോ. ഞാനത് മൊത്തത്തിൽ നിർത്ത്. ഇതാണ് ടീ ട്രീ. ഓ നമ്മുടെ ടീ ട്രീ ഓയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ടീ ട്രീ. ഓക്കെ, അപ്പം ഇതാണല്ലേ ടീ ട്രീ. ഇത് ഈ ഏരിയയിൽ മൊത്തം മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഇതിപ്പം അവർ ഗൈഡ് അല്ല പുള്ളി പറഞ്ഞു തന്നു ഇതെല്ലാം. എന്നിട്ട് അത് സ്മെല്ല് ചെയ്യിപ്പിച്ച്. ഇത് മഞ്ഞളാണ്. അപ്പം ഭയങ്കര എന്താ പറയുക, ഈ ഒറിഗാനോ ഒക്കെ ഇല്ലേ, ഈ തൈമിനൊക്കെ ആ സ്പിയർമിൻ്റ് അതൊക്കെ ഉണ്ടോ, അതിനൊക്കെ ഭയങ്കര അടിപൊളി സ്മെല്ലാണിത്. ഇത് ഞാൻ സ്മെല്ല് ചെയ്തിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. തൈമൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒറിഗാനോ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും. തൈമിനൊക്കെ നല്ല അടിപൊളി മണം. ഇത് ഈ സ്പിയർമിൻ്റ്, ഇതിനൊക്കെ നല്ല സൂപ്പർ മണം. ഇത് നല്ല ഉഗ്രം മണം. വീഡിയോയിലൂടെ നിങ്ങൾ മണം അറിയിക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് കറക്റ്റാ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് മണത്ത് നോക്കുമ്പോൾ. പെപ്പർമിൻറ്റ്, സ്വീറ്റ് ബേസിൽ, ഇത് മിൻറ്റ്. നല്ല മണമുണ്ട്. ഇത് സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതുണ്ട് സ്റ്റീവിയ. അരുത, ഇതിന് മണം ഉണ്ടോ നോക്കിയിട്ടില്ല കേട്ടോ. ഓ ഇതിനൊരു അവിഞ്ഞ മണം. ഇതീ കാണുന്നത് മൊത്തം ബീൻസാണ്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് എല്ലാം ചെറുതാണ്. ഇവിടുത്തെ ബ്ലാക്ക് ബെറി നിൽപ്പുണ്ട്. പക്ഷെ ഇതായിട്ടില്ല, ബ്ലാക്ക് ആയിട്ടില്ല. ഓ ഇതിന് നല്ല ഉഗ്രം മുള്ള കേട്ടോ. കണ്ട ബ്ലാക്ക് ബെറി. ഇതൊക്കെ സൈസ് നോക്കിയേ. ഇവിടെ കണ്ട അത്യാവശ്യം വിളഞ്ഞു വരണം. പക്ഷെ ഇവിടുത്തെ ആ ചേട്ടൻ, നമുക്ക് ഗൈഡ് പറഞ്ഞിരുന്ന ആ ചേട്ടൻ പറിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കട്ടെ. ആ ചേട്ടൻ പറിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ബെറിയാണ്. ഇതും ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. അത് ചെറിയൊരു പുളി ടൈപ്പാണ്. ഈ കാണുന്ന വയലറ്റ് ക്യാബേജ് ആണ്. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ല. പക്ഷെ ഇലക്കുണ്ട ഈ ഒരു വയലറ്റ് കളറുണ്ടോ, വയലറ്റ് കളർ നമുക്കറിയാൻ പറ്റും. അടുത്തത് ഇത് ബ്രോക്കോളി. ബ്രോക്കോളി കുറച്ച് ഇപ്പോട്ട്. പക്ഷെ വയലറ്റ് ക്യാബേജ് ഒന്നിൻ്റെ അകത്തും ഇല്ല. അത് ക്യാബേജ് രീതിയിലായിട്ടില്ല. ഇത് നമുക്ക് കുറച്ച് ക്യാരറ്റ് പറിച്ച് തന്നിട്ടുണ്ട്. ഇതൊന്ന് കഴുകട്ടെ. ഇത് വിളഞ്ഞാണ്, 90 ദിവസം എടുക്കുന്ന പറഞ്ഞത്. ഇത് ഈ ഒരു പരുവാകാൻ, അത് വിളയാൻ വേണ്ടി ഇത് കഴുകി തരാമെന്ന് പറഞ്ഞു. ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി തന്നു. അപ്പോൾ ഇത് നമുക്കിനി കഴിക്കാം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേരയ്ക്ക നിൽപ്പുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ആ ചേട്ടൻ വേറൊരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവർക്കും കൂടി ക്യാരറ്റ് കഴുകി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പതുക്കെ നടന്നോളാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ടോ ഇവിടെ ഫെൻസിങ്. അപ്പോൾ ഇവിടെയൊക്കെ ആനകൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണല്ലേ. ഈ കാണുന്നതാണ് അത്തിപ്പഴം. ഇതിപ്പോൾ എൻ്റെ സീസൺ ആണെന്നല്ലേ പറഞ്ഞേ? ആ സീസൺ ആയി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതേ ചെറിയ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിവിടെ മൊത്തം ഈ അത്തിപ്പഴമാണ്. പക്ഷേ ഈ നല്ല വെയിൽ സമയമായതുകൊണ്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ആയിട്ടില്ലല്ലേ? ഇവിടെ മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് എന്താ ടൈപ്പ് പേരൊക്കെ? കൊടൈക്കനാൽ അല്ല, ഇത് തീരെ ചെറുതിലെ ചെറുതാണ്, പക്ഷേ എല്ലാത്തിനകത്തും നല്ലേ വിളഞ്ഞിരിക്കുന്നത്. ഓ, ഇവിടെ പന്നി ഇറങ്ങുമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നഷ്ടമായിരിക്കുമല്ലോ അപ്പം. ആ അതെ വരുന്നേ. ഇതെല്ലാം നല്ല വിളഞ്ഞ് നിൽക്കുമല്ലേ? ഇതുണ്ടോ, മധുരമുണ്ട് നല്ല. ഇത് അങ്ങോട്ടൊത്തും പേരൊക്കെ നിൽക്കും. പക്ഷേ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കാട്ടുപന്നികൾ വരുമെന്ന്. പക്ഷെ ഇതിനെല്ലാം അത് പന്നികളൊക്കെ വന്നതിന് സുഖമായിട്ട് കയറി പറിക്കണ്ട. എല്ലാം താഴെയോ. കൊടൈക്കനാൽ പേരയ്ക്കാണ്. ഇത് കണ്ടേ, ഇതാണ് ടീ ടൊമാറ്റോ. ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്നതാണ്. ഇതിന് ചെറിയൊരു പുളിപ്പാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇത് പഴുത്തിട്ടേ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത സാധനം നമുക്ക് മീൻകറിയിലൊക്കെ കുടംപുളിക്ക് വരെ ഇടാം. ചെറിയൊരു പുളിപ്പ് അതിന്. ഇത് ഇവിടെ ഇങ്ങനെ കുറച്ചധികം നിൽപ്പുണ്ട് ഇങ്ങനെ വരി വരിയായിട്ട്. ഇതാണ് ആ സാധനം, ടീ ടൊമാറ്റോ. നല്ല റെഡിഷ് കളറിലെ. ഇത് ചെറിയ പുളിയുണ്ട്. ഇതിൻ്റെ ഈ അകത്ത സാധനമാണ് മീൻകറിക്ക് ഇടുന്നത്. കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല കേട്ടോ, ചെറിയ ടേസ്റ്റ് ഉണ്ട്. പുളിപ്പുണ്ട് എന്നാലും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വന്നപ്പം കയറാതെ പോയ കേവ് അതാണിത്. ഇപ്പം ആളുള്ളതുകൊണ്ട് പോകാൻ നേരിച്ചു. ഓ, ഇതിന് ഇടയ്ക്കൂടി പോകാനുള്ള കഴിയുണ്ട് കേട്ടോ. അമ്മേ, കുഞ്ഞു കുഞ്ഞു പോയാൽ മതി. ഓ, ഇതിനകത്തിരുന്നിട്ടേ തണുപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഓ, ഇതിന്റെ ഡേറ്റ് അല്ലേ? ആ, ഭഗവതി അമ്മൻ. അത് 1990. ഈ ഇത് ഈ എസ്റ്റേറ്റ് അതോ ഈ ഫ്രൂട്ട് ഫാമാ 1990. ഓ, അത് ശരി. അപ്പൊ അതിനു മുമ്പേ ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു. അപ്പൊ അതാദ്യം സ്വാതന്ത്ര്യം കിട്ടിയത് 14 നാളായിട്ടല്ലേ? ഓ ശരി. ഇതാണ് ആ പാറ. നമ്മളിതേ ഇതിനടിയിൽ കൂടെ നൂണ്ടാ വന്ന്. ഇവിടെ ചെറിയൊരു അരുവി പോലെ ഒരു വെള്ളച്ചാട്ടം ചെറുത്. ഇതിലങ്ങോട്ട് ഒരു പാലമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതിലെ നമുക്ക് നമ്മുടെ വണ്ടി വെച്ചെടുത്തിട്ട് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ആ ഡേറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. 1990 എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതും പുള്ളി പറഞ്ഞതും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഓക്കെ, പുള്ളി പറഞ്ഞാൽ വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ അവിടെ ആയിരുന്നു ഇത്. പിന്നെ ഇവിടെ പണ്ട് പശുക്കളൊക്കെ അവർ വളർത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം ചത്തൊക്കെ പോകുമായിരുന്നു. അങ്ങനെ അവർ വിറ്റിട്ട് പോയി, ടാറ്റയ്ക്ക് വിറ്റിട്ട് പോയി. അപ്പോൾ ഇതൊരു 10 ഏക്കറോളം ഉണ്ട്. അത് ടാറ്റയുടെ. ഇതിലിങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടെ ചെല്ലും. അങ്ങനെ ഞാനിപ്പോൾ ഫാമിൽ നിന്ന് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ലൊരു ഫാമായിരുന്നു. കുറച്ച് ചുറ്റുപാടത്ത് കാണാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഇല്ലേ, ഇപ്പോൾ പല ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കടകളിലൊക്കെ മേടിക്കാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നാച്ചുറലായിട്ട് ഇരിക്കുമ്പോഴേ അതിൻ്റെ ആ മണം, ഓ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ. പിന്നെ ഈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ മരുന്നൊന്നും അടിക്കാത്തതാണ്, എല്ലാം ഓർഗാനിക്കാണ്. അതുകൊണ്ട് എന്തുവാ 2-3 പേരൊക്കെയും മറ്റേ ടീ ടൊമാറ്റോയും കുറച്ച് ക്യാരറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അധികമൊന്നും ഇല്ലാലും 3-4 വെച്ച്. അപ്പം നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞത് ഈ കാണുന്ന വഴിയാണ്. ഇതൊരു 3-4 കിലോമീറ്റർ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഈ റോഡ് നോക്കിയേ, ഭയങ്കര ഒരു കാശ് കൊള്ളാത്ത റോഡാണ്, ഭയങ്കര മോശം റോഡാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ റോഡിൽ ചെന്ന് കയറും. പക്ഷേ ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിൽ തന്നെ അപ്പുറത്ത് ചെന്ന് കയറും. അപ്പോൾ നമ്മൾ ചുറ്റി അങ്ങനെ പോകണ്ട. അപ്പോൾ ഇതിലേ പോകാൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിലെ കയറുകയാണ്. റോഡ് അങ്ങോട്ട് ഭയങ്കര മോശമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അത്രയും മോശം. ഇവർ ഫാമുള്ളപ്പോൾ ആ റോഡൊക്കെ നന്നാക്കി ഇടണ്ടല്ലോ. ഇത് ടാറ്റാക്കാരുടെയാണ്.
എന്താണെന്ന് അറിയില്ല. പിന്നെ ആ പുള്ളി പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇത് നല്ലതെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇത് തുടക്കത്തിൽ മോശമാണ്. എന്തുവാന്നറിയില്ല. ഇതിപ്പം പരിചയമില്ലാത്ത വഴിയായതുകൊണ്ടാണ് ഒരു പേടി. എങ്ങോട്ടൊക്കെ ചെന്ന് കയറുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഫാമിലെ പുള്ളി നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് ഇങ്ങോട്ട്. പുള്ളി പറഞ്ഞ കോൺക്രീറ്റ് കണ്ട റോഡാണ്, നല്ല റോഡാണ്, മറ്റേന്ന് വെച്ചാൽ മോശം റോഡാന്ന് പറഞ്ഞു. മറ്റേ ശരിയാണ് ഭയങ്കര മോശം റോഡാണ്. അപ്പോൾ ഞാനോർത്ത് അതിലെ പോയാലും പിന്നെ അവൾ തിരിച്ച് ബാക്കിലോട്ട് ഇടണം. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ വട്ടവട ആ റോഡിലോട്ട് തന്നെ കുണ്ടല ഡാമിൻ്റെ അവിടെ ചെന്ന് കയറും. അപ്പോൾ ലാഭം ഇത് തന്നെയാണ്. പിന്നെ റോഡ് നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടുത്തപ്പോഴല്ലേ ഭയങ്കര മോശം റോഡ്, അതും ഒരു കാട് ഏരിയ. ഇപ്പം ആ കാട് ഏരിയ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് താമസമൊക്കെ ഉണ്ട്, തേയിലത്തോട്ടത്തിന് ഇടയ്ക്കാണ്. പക്ഷേ ഈ റോഡ് മോശമാണ്. മറ്റേതും ഇതിനേക്കാളും മോശം, ഇതും മോശം തന്നെ. പിന്നെ ഒരു പറയാന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് ലാഭമുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ പഴയ സ്ഥലത്തിൽ ഇതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കുണ്ടല ഡാമിനോട് ഫ്രണ്ടിൽ ചെന്ന് കയറാം. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് യാത്രയാണ്, അതിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫാം ഞാൻ അങ്ങനെ ഭയങ്കര റെക്കമെൻഡ് ചെയ്യത്തൊന്നുമില്ല. ഒന്നാമത് ഈ ഫാമിലോട്ട് വരാനുള്ള റോഡ് ഭയങ്കര മോശമാണ്. പിന്നെ അവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത്രയും കറങ്ങി ഈ റോഡൊക്കെ താണ്ടി വരണമെന്നൊന്നും ഇല്ല. ഇതുപോലെ തന്നെ ഫാമൊക്കെ ഒരുപാട് നമ്മുടെ വട്ടവടെ കാണുമല്ലോ. ഇപ്പം എന്താ അത്യാവശ്യം കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട്. തേയിലത്തോട്ടത്തിന് നടുക്കായത് കാരണം ഇത്രയും നേരം വന്നിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടിയത്. അത്ര നേരം നമ്മൾ ആ ഉള്ളിൽ നിന്ന് അകത്തോട്ട് കയറിയതാണ്. കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വട്ടവടെ എത്തുമ്പോൾ ഒരു സമയമാവും. പക്ഷെ ഇവിടെ നല്ല പൊളി വ്യൂ ആട്ടെ. അങ്ങനെ ഞാൻ ഡാം എത്തി. നമ്മുടെ വാട്ടപ്പെട്ടി ഡാമിൻ്റെ അവിടെ പോലെ തന്നെ ഇവിടെയും കുറേ കടകളൊക്കെയാണ്. ഡാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ വേണം നമുക്കിനി വട്ടവട റൂട്ടിൽ ചെന്ന് കയറാം. ഇതൊക്കെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഡാമിൻ്റെ പുറത്ത് നോക്കിയേ. ഇവിടെയും ബോട്ടിങ് പരിപാടികളൊക്കെ തന്നെ. അവിടെ ഇവിടെ ഞാൻ സെയിം റേറ്റൊക്കെ തന്നെ ആയിരിക്കണം, 400 രൂപ അല്ലെ 600 രൂപ. ഈ ഒരു റൈഡ് കൊള്ളാം. നല്ല ഉഗ്രം വെയിലാണ് ഇവിടെ. മറ്റേ ഡാമിൻ്റെ അവിടെ ഇതുപോലെ, ഇവിടെ ഇതുപോലെയാണ്. നല്ല ഉഗ്രം വെയിൽ. കുണ്ടല ഡാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ആ മെയിൻ റോഡിൽ നിന്ന് താഴോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇറങ്ങി വരണമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലെ വന്നതുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് കയറുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് വട്ടവട എത്തണം. ഒന്നാതെ നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം കോടയൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. വട്ടവട ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോട ഇറങ്ങുമെന്ന്. ഇല്ല, അത് കണ്ട ആ ഭാഗത്തോട്ട് കോട ഇറങ്ങിയേക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വട്ടവട എത്തിച്ചേരണം. ഞാൻ വേറൊരു സാധനമായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട ലാൻഡ് സ്ലൈഡ് ചെയ്തേക്കുന്നത്. ഇത് റോഡിലോട്ട് ഇങ്ങനെ കിടക്കും. ഇന്നലെ നമ്മൾ ബോഡിമേറ്റ് പോയപ്പോഴും ഇതുപോലെ ഒരു സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അവിടെ നല്ല ഉഗ്രം കോടയായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ കൂടുതൽ അങ്ങോട്ട്. ഇപ്പോൾ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോകാം. അത് കണ്ടേ, ഈ വളവ് തിരിഞ്ഞാണ് ഞാൻ വന്നത്. അതിൽ നേരെ പോയി കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനാണ്. പക്ഷെ ഞാൻ എന്തായാലും പറഞ്ഞാലോ, ടോപ്പ് സ്റ്റേഷൻ ഞാൻ പോകുന്നില്ല. വ്യൂ പോയിൻ്റ് കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള, പിന്നെ കാണാത്ത സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അതുപോലെ ഇപ്പോൾ കോട ഇറങ്ങിയത് കാരണം അങ്ങോട്ട് പോയാലും ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നേരെ യാത്ര ഒരു വട്ടവട എത്തിച്ചേരാൻ പെട്ടെന്ന്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വട്ടവട ഗ്രാമപഞ്ചായത്തിലോട്ട് എൻട്രി. ഇതിപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. നല്ല ഉക്കിര ഫോറസ്റ്റ്. വണ്ടി വല്ലതും ഉണ്ടാകും നോക്കട്ടെ. ഭാഗ്യം ഒരെണ്ണം ഫ്രണ്ടിലുണ്ട്. കോടയൊക്കെ ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇതിനകത്തല്ലെങ്കിലും വെട്ടം കയറത്തില്ല, ഈ ഒരു ഇതാണ്. എന്നാലും ഒരു ഇരുളിച്ചയുണ്ട്. ചിലപ്പോൾ ഈ കാടിൻ്റെ ഇതായിരിക്കണം. കാരണം നോക്കിയാൽ വെട്ടം കയറാനൊന്നുമില്ല. മൊത്തം റോഡ് മൂടി കിടക്കുന്ന പോലെ മുകളിൽ മരങ്ങളാണ്.
പണ്ട് വന്നൊരു ഓർമ്മ. നോക്കിയാൽ കാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇതുപോലെ വെട്ടം വീണപ്പോഴത്തെ എന്തൊരു ഭംഗിയല്ലേ ആണ്. ഇവിടെയൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കണമല്ലേ ഈ പുല്ലൊക്കെ മേയാനൊക്കെ ആയിരിക്കണം. ഈ പുല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാരണം ആനകളൊക്കെ മേഞ്ഞ് നടക്കുന്ന സ്ഥലമായിരിക്കണം. ഇവിടെ നല്ല രസമുണ്ട്. വാവ്, പൊളി. അങ്ങനെ ഞാൻ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 5 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടവട എത്തി. ഇനിയിപ്പോൾ ടൗണിൽ അങ്ങോട്ട് പോകണം. ഞാൻ ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയത്. നല്ല വെയിലുണ്ട്, അതുപോലെ അവിടെ കോട ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അല്പം ലെങ്തി വീഡിയോ ആയിരിക്കണം മിക്കവാറും. അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്നാർ തൊട്ട് ഈ വട്ടവട വരെയുള്ള കാഴ്ചകളായിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.